ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഒരു ലീഡർഷിപ്പ് റോളിലേക്ക്. അതിന് വേണ്ടിയിട്ടുള്ളൊരു 3 ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്ത് വിജയിച്ചിട്ടുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് വർക്കാവും. സോ അതെന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് കണ്ടിന്യൂസ് ലേണിംഗ്. നമ്മൾ ലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് HSCയിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമ്മുടെ ക്ലിനിക്കൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻ ഹൗസ് നമുക്ക് നമ്മുടെ വർക്ക് സെറ്റിങ്ങിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യുക. ഇതുകൂടെ അപ്ഡേഷൻസ് നമ്മൾ അറിയാൻ ശ്രമിക്കുക. നമ്മുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നമ്മുടെ വർക്ക് സെറ്റിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡെയിലി റെഫർ ചെയ്യുക നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിൽ. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. രണ്ടാമത്തേത് സ്ട്രോങ് വർക്ക് എത്തിക്സ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ എല്ലാ ഡ്യൂട്ടിയുടെയും നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കുക. നമുക്ക് കാരണം ഞാൻ ആദ്യമൊക്കെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു ഡ്യൂട്ടിക്ക് പോകാൻ. സോ പിന്നീട് അത് മാറിയത് ഞാൻ ഈ ഒരു കാര്യം ട്രൈ ചെയ്തതിന് ശേഷമാണ്. ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്കൊരു ദിവസം പറ്റുന്ന മിസ്റ്റേക്കുകൾ അത് നെക്സ്റ്റ് ഡേയിൽ ക്ലിയർ ചെയ്ത് പോവുക. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. ഇത് കൂടാതെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ടീം വർക്ക്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെയും നമ്മൾ കൊളീഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയും നമുക്കിതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതായിരിക്കും. സോ ഇതെല്ലാം നമ്മുടെ കൊളീഗ്സും നമ്മുടെ മാനേജ്മെൻറ്റും നമ്മുടെ റെസിഡൻറ്റ്, അവരുടെ ഫാമിലി, ഇവരെല്ലാം നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത് നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ലീഡർഷിപ്പ് റോളിലേക്ക് എത്തിച്ചേരുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്. ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരിക്കലും ലീഡറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതിനു മുന്നേ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ലീഡറായിട്ട് തന്നെ ചിന്തിച്ച് നമ്മുടെ ഡ്യൂട്ടി ഡേയ്സിൽ വർക്ക് ചെയ്യുക. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയെന്ന് നമ്മുടെ സീനിയേഴ്സിൽ നിന്ന്, എനിക്ക് എൻ്റെ സീനിയേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഞാനതെല്ലാം പഠിച്ചിട്ടുള്ളത്. അവരെങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ് അവർ, ഒരു പ്രോബ്ലം വന്നാൽ അതെങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നത്, അവരുടെ സ്കില്ല്, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സീനിയേഴ്സിൽ നിന്നും പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ മെൻറ്ററിൽ നിന്ന് പഠിക്കാവുന്നതാണ്. സോ ഇതെല്ലാം നമ്മുടെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ലീഡർഷിപ്പ് റോളിലേക്ക് നയിക്കുന്നതിനും കാരണമാകുന്നു. ഓരോ ദിവസവും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കത് വർക്കാവുന്നതായിരിക്കും. വീഡിയോസിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.